വീണ്ടും ഒരിക്കൽ കൂടി കർത്താവിന്റെ നാമത്തിൽ നമുക്ക് കൂടി വരുവാൻ കർത്താവ് അവസരം നൽകിയതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. फिर से एक बार और परमपिता परमेश्वर की सम्मुख में इकट्ठे होने के लिए प्रभु हमें सहायता किया, इसलिए मैं परमेश्वर को धन्यवाद करता हूँ. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് നമുക്ക് ദൈവവചനം കേൾക്കുവാൻ അഥവാ ദൈവവചനം പഠിക്കുവാൻ കർത്താവ് അവസരം നൽകിക്കൊണ്ടിരിക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. मैं परमेश्वर को धन्यवाद करता हूँ क्योंकि पिछले कुछ दिनों से परमेश्वर की वचन सुनने के लिए और सीखने के लिए प्रभु हमें इन दिनों में सहायता करते हैं. ഫിലിപ്പി ലേഖനത്തിൽ നിന്ന് തുടർമാനമായ ഒരു പഠനമാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. हम फिलिपियों की पत्री से एक लगातार पढ़ाई करके जा रहा है इस वक्त. ചിലപ്പോഴെങ്കിലും ശുശ്രൂഷാപരമായ ബന്ധപ്പാടോ അല്ലെങ്കിൽ മറ്റ് അടിയന്തരമായ ആവശ്യങ്ങളോ ഒക്കെ വരുന്നതുകൊണ്ട് പലർക്കും ഇതിനകത്ത് തുടർച്ചയായിട്ട് സംബന്ധിക്കാൻ കഴിയാതെ പോകുന്നുണ്ട്. कई बार कई लोगों को उनका सेवकाई संबंध कई यात्रा करना पड़ता है, इसलिए कईयों को कई बार लगातार इस क्लास में भागीदारी होने के अवसर नहीं मिलता है. എങ്കിലും ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഇതിന്റെ സംഘാടകരായ പ്രിയപ്പെട്ടവർ ഇത് റെക്കോർഡ് ചെയ്ത് എല്ലാവർക്കും എത്തിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് സന്തോഷകരവും പ്രയോജനപ്രദവുമാണ്. फिर भी इस मीटिंग की आयोजकों ने इस मीटिंग को रिकॉर्ड कर यूट्यूब में डालकर फिर बाद में तसल्ली से सबको सुनने का मौका देते हैं, इसलिए भी मैं परमेश्वर को धन्यवाद करता हूँ. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിൽ ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 11 വാക്യങ്ങളാണ് നാം ചിന്തിച്ചത്. अभी तक हमने फिलिपियों की पत्री जो पहला अध्याय उसकी एक वचन से लेकर 11वीं वचन तक हमने अध्ययन कर चुका है. ഇന്ന് രാത്രിയിലും വാസ്തവത്തിൽ ഈ മീറ്റിംഗിൽ സംബന്ധിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ അസംബ്ലിയിൽ മീറ്റിംഗ് നടക്കുകയാണ്. എന്നാൽ ഈ മീറ്റിംഗ് മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായ നിലയിൽ ഇതിൻ്റെ ക്രമീകരണം ചെയ്തതുകൊണ്ട് ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നു. എന്നാൽ അതിൽ സന്തോഷമുണ്ട്. हमारे असेंबली में एक मीटिंग अभी इस वक्त चल रहा है, फिर भी मैंने सोचा ये क्लास वंदनीय हो और इसके आयोजकों ने इस मीटिंग को शेड्यूल किया है, इसलिए मैं टाइम निकालकर इस मीटिंग में क्लास लेने आया. ഞാൻ ഇതിൽ ഇന്ന് പ്രത്യേകം പങ്കെടുക്കാൻ താല്പര്യം പ്രകടിപ്പിക്കാനുള്ള ഒരു കാരണം ഇത് കേട്ടുകൊണ്ടിരുന്ന പലരും ഈ ക്ലാസ്സിൽ വളരെ സന്തോഷത്തോടു കൂടെ പങ്കെടുക്കുകയും അവർക്കിത് പ്രയോജനകരമാകുന്നു എന്ന് ഉള്ള ഒരു ഫീഡ്ബാക്ക് അവരിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ്. और मैं खास तौर पर इस क्लास में आज भी ज्वाइन करने का यही कारण है. कुछ दिनों से कई संत लोगों ने इस क्लास को लगातार सुन के आ रहा है और उनमें से हमें ये फीडबैक मिल रहा है कि ये क्लास उनके लिए उपयोगी है और उनके लिए ये वचन सीखने की मदद करते हैं, इसलिए उनका उस फीडबैक के अनुसार मैं इस क्लास में आज बड़े खुशी से उपस्थित हूँ. ഇന്നത്തെ ക്ലാസ് തുടങ്ങുവാൻ സാങ്കേതികമായ ചില കാരണങ്ങൾ കൊണ്ട് അല്പം താമസിച്ചു. അതുകൊണ്ട് നമുക്കിന്ന് അല്പം സമയം കുറവാണ്. आज कुछ तकनीकी खराबी की वजह से ये क्लास शुरू होने के लिए हम थोड़ा डिले हो गया है, इसलिए आज कम समय हमें मिलेगा क्लास. കാരണം നിങ്ങൾക്ക് അറിയാം, ഇതിന് ശേഷം ഇതേ പ്ലാറ്റ്ഫോമിൽ വചനധാരയുടെ തുടർമാനമായ പഠനം നടക്കുന്നുണ്ടല്ലോ. क्योंकि जैसे आप भी इस बात को जानते हैं, इस क्लास के बाद वचनधारा की जो मलयालम क्लास चलता है, जिस वजह से हमें समय पर उसको खत्म करना पड़ता है. ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് വന്ദനം, കർത്താവിൽ നന്ദി പറയുന്നു. इस मीटिंग में ज्वाइन किया हुआ सारे भाई बहनों को मैं मसीह के नाम से मेरा वंदना अदा करता हूँ. आपको स्वागत भी करता हूँ. നമുക്കറിയാം, വളരെ പ്രതിസന്ധിയുടെ നാളുകളാണ് ഇത്. जैसे हम जानते हैं, हम कुछ प्रतिकूल हालातों में से गुजरता है. എങ്കിലും നമുക്ക് ദൈവവചനം കേൾക്കുവാൻ അവസരം ലഭിക്കുന്നു എന്നുള്ളത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഏറ്റവും പ്രയോജനപ്രദമാണല്ലോ. उन परेशानियों के बीच में भी हमें परमेश्वर की वचन सुनने की मौका मिलता है, वो बहुत आशा की बात है.
നമുക്ക് ദൈവവചന പഠനത്തിലേക്ക് കടക്കാം. आइए हम वचन की पढ़ाई की ओर बढ़े। ഇന്ന് 12ാം വാക്യം മുതലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. आज 12वीं पद से हम पढ़ेंगे। फिलिपियों की पत्री पगला अध्याय उसकी 12वीं पद से आज हम पढ़ेंगे। 12, 13, 14 വാക്യങ്ങൾ ഞാൻ നമുക്ക് വേണ്ടി വായിക്കുന്നതാണ്. ഹിന്ദിയിൽ തന്നെ വായിക്കും സമയലാഭത്തിനായി. उसकी 12, 13 और 14वीं पद आपके लिए एक बार और पढ़ूंगा मैं। हे भाइयों, मैं चाहता हूं कि तुम ये जान लो कि मुझ पर जो बीता है उससे सुसमाचार ही बढ़ती हुई है, यहाँ तक कि कैसर राजभवन की सारी पलटन और शेष सब लोग में ये प्रकट हो गया है कि मैं मसीह के लिए कैद हूं, और प्रभु में जो भाई हैं उनमें से अधिकांश मेरा कैद होने के कारण हियाव बांधकर परमेश्वर का वचन निडक सुनाने की ओर साहस करते हैं। നമ്മൾ ആ വാക്യം തുടങ്ങുന്നത് സഹോദരന്മാരെ എന്ന് വിളിച്ചുകൊണ്ടാണ്. ये आयत यहाँ पर ऐसे शुरू होते हैं, वहां पर कहते हैं हे भाइयों। നമുക്കറിയാം വിവിധ നിലകളിലാണ് വിശ്വാസികളെ സംബോധന ചെയ്യപ്പെട്ടിരിക്കുന്നത്. जैसे हम जानते हैं कि अपने सगे विश्वासियों को कई तरीके से हम अपन अभिसंबोधन करते हैं। ദൈവസഭയിലെ അംഗങ്ങളെ, ദൈവസഭയോട് ചേർന്ന് നിൽക്കുന്ന ദൈവമക്കളെ വിവിധ നിലകളിൽ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. और परमेश्वर की कलीसिया के सदस्यों को या विश्वासी गण के एक एक व्यक्तियों को हम कई तरह से पुकारा जाता है। രക്ഷിക്കപ്പെട്ട കർത്താവിന്റെ കൂട്ടായ്മയിലേക്ക് വന്ന ദൈവസഭയോട് ചേർന്ന ദൈവമക്കളെ കുറിച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, പ്രിയപ്പെട്ടവരെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. यहाँ पर मेरा मतलब यह है जो लोग उद्धार पाकर प्रभु यीशु मसीह की कलीसिया के सदस्य बन गया हो, उनके बारे में कहता हूँ। ദൈവമക്കൾ, उन्हें एक कहते हैं परमेश्वर का संतान, വിശുദ്ധന്മാർ, पवित्र संत लोग, വിശ്വാസികൾ, विश्वासी, സഹോദരന്മാർ, भाइयों, ഈ നിലയിലുള്ള വ്യത്യസ്തമായ അഭിസംബോധനകളുണ്ട്. इस तरह के अलग अलग नाम से इन्हें पुकारा जाता है। ഇവയെല്ലാം പ്രധാനപ്പെട്ടതാണ്. ये सब हमारे लिए बराबर की महत्वपूर्ण बात होते हैं। ഇവയ്ക്കെല്ലാം തന്നെ പ്രത്യേകം അർത്ഥങ്ങളുമുണ്ട്. इन सारे शब्दों को अपना अपना अर्थ भी होते हैं। രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് വന്ന, അങ്ങനെ ദൈവത്തിന്റെ പ്രമാണമനുസരിച്ച് ദൈവസഭയോട് ചേർന്ന് നിൽക്കുന്ന ജനത്തിന് ഈ പേരുകളെല്ലാം വളരെ അനുഗ്രഹീതമായ സ്ഥാനമാണ് നൽകുന്നത്. और जितने भी लोग जो वचन को स्वीकार करके उद्धार पाकर कलीसिया की सदस्य बन गया हो, उन सभी के लिए ये शब्द महत्वपूर्ण होते हैं। അതിലൊരു പ്രയോഗമാണ് ഇന്ന് രാത്രിയിൽ നാം വായിക്കുന്നത്, സഹോദരന്മാരെ, ബ്രദറൻ. उनमें से एक महत्वपूर्ण शब्द है हे भाइयों या अथवा ब्रदरन कहते हैं। ഈ നമ്മുടെ സഭാ കൂടിവരവുകൾക്ക്, നമ്മുടെ സഭകൾക്ക് പൊതുവെ എല്ലായിടത്തും അല്ലെങ്കിൽ പോലും പൊതുവെയുള്ള ഒരു അറിയപ്പെടുന്ന പേരിലാണ് അറിയപ്പെടുന്നത് ബ്രദറൻ, സഹോദര സഭകൾ. और जहां जहां पर इस विश्वास पर अपने लोग जहां पर इकट्ठे होते हैं, उन स्थानीय कलीसिया को भी लोग ब्रदरन कलीसिया ही कहते हैं। മിക്കവാറുമുള്ള കേരളത്തിലെയും മറ്റു പല സംസ്ഥാനങ്ങളിലെയുമുള്ള സഭകൾ ബ്രദറൻ എന്ന ഇംഗ്ലീഷ് പ്രയോഗമാണ് ഉള്ളത്. आमतौर पर केरला और उस केरला की बाहर इंडिया और इंडिया की बाहर भी जहां जहां अपनी जो झुंड इकट्ठे होते हैं, वो इंग्लिश पद जो ब्रदरन उसको अपनी नाम की जगह उसको इस्तेमाल किया जाता है। ബ്രദറൻ സഭകളാണെങ്കിൽ പോലും ബ്രദറൻ എന്ന പേര് സ്വീകരിക്കാതെ അറിയപ്പെടുന്ന സഭകളും ഉണ്ട്. और कई जगह ऐसा भी है जो
ब्रदरन के उपदेश के अनुसार चलते हैं, फिर भी वो ब्रदरन नाम की नामकरण अपनी कलीसिया को नहीं देता, ऐसा भी कुछ लोग हैं। പക്ഷെ എനിക്ക് ഏറെ പ്രത്യേകത തോന്നിയത് ഞങ്ങളുടെ അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്ന് ഉള്ള ഒരു കേൾവിയാണ്. और एक खास बात मैंने अपनी जो करीब की जो राज्य है तमिलनाडु, वहां से एक बात ऐसे सुना है। ദൈവകൃപയിൽ അനേക വർഷങ്ങളായിട്ട് ആ ഭാഗങ്ങളിൽ ശുശ്രൂഷയ്ക്ക് പോകാനുള്ള ഭാഗ്യം ലഭിച്ചു. और मुझे भी इस तमिलनाडु की कई इलाकाओं में सेवकाई के लिए जाने की भाग्य मिल गया है। അപ്പോഴൊക്കെ അവിടെയുള്ള സഭകളില് സഹോദരങ്ങൾ ആ സ്ഥലം സഭകളെ സംബോധന ചെയ്യുന്നത് വളരെ സന്തോഷകരമായ ഒരു അനുഭവത്തിൽ കേൾപ്പാൻ സാധിച്ചു. और जब जब मैंने उधर गया है, वहां की जो स्थानीय कलीसिया को वहां की भाई लोग एक खास शब्द को इस्तेमाल करते हुए कहता है, पुकारता है। അവർ പറയുന്ന ആ തമിഴ് പറയുന്ന പ്രയോഗം സഹോദര സഭകൾ എന്നാണ്. और वहां पर और उन कलीसियाओं को वो ये कहते हैं, भाइयों का कलीसिया कहते हैं। എനിക്ക് തോന്നുന്നു നമ്മുടെ നോർത്ത് ഇന്ത്യയിലേക്കുള്ള സഭകളും ബ്രദറൻ എന്ന് തന്നെയാണ് കൂടുതലും അറിയപ്പെടുന്നത്. और मेरा जानकारी ऐसा है कि उत्तर भारत का भी जितने भी कलीसिया है सब ब्रदरन के नाम पर ही जाना जाता है. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നു അല്ലേ? हाँ, ये सही है. ഓക്കെ. എന്നാൽ ഈ തമിഴ്നാട്ടിലെ ഉള്ള ആ ഒരു കേൾവി എന്നെ വളരെ ആകർഷിച്ചിട്ടുണ്ട്. और ये तमिल भाषा में जो शब्द जो कहते हैं भाई कलीसिया या भाइयों का कलीसिया जो कहते हैं, वो बहुत अच्छा लगता है. മലയാളത്തിൽ സഹോദര സഭ എന്ന് പറഞ്ഞാൽ സഹോദരന്മാരുടെ സഭയാകത്തില്ല. और यदि मलयालम में कहते हैं भाई कलीसिया कह दिया तो उसका भाइयों का कलीसिया नहीं बनता है, उस अर्थ ഒരു नहीं बनता. സഭയുടെ തന്നെ മറ്റൊരു സഭ, ഒരു ബ്രാഞ്ച് ഒക്കെ ആണെങ്കിൽ സഹോദര സഭ, ഒരു പ്രസ്ഥാനത്തിന്റെ തന്നെ മറ്റൊരു പ്രസ്ഥാനം വരികയാണെങ്കിൽ അതിന്റെ സഹോദര പ്രസ്ഥാനം എന്നൊക്കെ വരും. एक कलीसिया जैसे दूसरा कलीसिया होता है, उसको सहोदर कलीसिया मलयालम में कहते हैं, या कोई भी संस्था हो उससे जुड़े हुए अन्य संस्था को भाई संस्था कहते हैं मलयालम में. എന്നാൽ തമിഴ് മക്കൾ പറയുന്ന ആ പ്രയോഗം സഹോദരന്മാരുടേതായ ആ സഭകളാണ് ഇതെല്ലാം എന്നുള്ള അർത്ഥത്തിലാണ്. और जब ये तमिल में इसका इस्तेमाल किया जाते हैं, तब इसका मतलब यही होते हैं, जहां जहां भाई लोग इकट्ठे होते हैं, इन सभी को भाइयों की कलीसिया के नाम पे जाना जाता है. ഇവിടെ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാം. यहाँ पर एक बात मैं आपको समझाना जरूरी है. ബ്രദറൻ അസംബ്ലി, ബ്രദറൻ ചർച്ച് എന്ന ഒരു ഫ്രേസ് ബൈബിളിൽ ഇല്ല. और प्रभु की वचन में ऐसा एक शब्द है नहीं है जैसा ब्रदरन असेंबली या ब्रदरन चर्च करके. എന്നാൽ നമുക്ക് ലഭിച്ചൊരു പേരാണ് ഈ ബ്രദറൻ അസംബ്ലി എന്നുള്ളത്. और जैसे हम लोग इस विश्वास को स्वीकार किया है, जिसके कारण हमें ये नाम मिल गया है ब्रदरन कलीसिया के नाम पर. അതിന് നമ്മൾ ആ ബ്രദറൻ എന്നുള്ള പേര് പിന്നീട് സ്വീകരിച്ചു. और बाद में हम औद्योगिक रूप से इस नाम को स्वीकार किया. എന്നാൽ ഈ പേര് വരാനൊരു കാരണമുണ്ട്. ये नाम आने के लिए भी एक कारण होते हैं. ഈ ആദിമ സഭകളിൽ അഥവാ നമ്മുടെ ഈ വിശ്വാസപ്രകാരം ദൈവവചനത്തിൽ കുറച്ചുകൂടെ കൃത്യമായ വിശ്വാസവും പ്രമാണവും സൂക്ഷിക്കുന്ന നമ്മുടെ സഭകൾ ആരംഭിക്കപ്പെട്ടപ്പോൾ जैसे हमारे ये विश्वास के आधार पर इन कलीसियाओं को स्थापना किया है करीब 150 साल के समय के अंदर. അവിടെയുള്ള ദൈവസഭയിൽ അല്ലെങ്കിൽ കൂടിവരവുകളിൽ ഉണ്ടായിരുന്ന സഹോദരി സഹോദരന്മാരെല്ലാവരും തന്നെ മറ്റുള്ളവരെ അവരുടെ സഹോദരങ്ങളായിട്ട് പരിഗണിക്കുകയും അവിടെയുള്ള ഒരു സഹോദരൻ മറ്റൊരാളെ കാണുമ്പോൾ ബ്രദർ അല്ലെങ്കിൽ സഹോദര, സിസ്റ്റർ ഓർ സഹോദരി എന്ന പ്രയോഗം നടത്തിയിരുന്നു. और जैसे हमने शुरुआती समय पर इस विश्वास को स्वीकार किया है और इस कलीसिया की स्थापना हुआ है, और कलीसिया नहीं, इस झुंड का जो स्थापना हुआ है, या हम इस उपदेश के अनुसार अलग होने शुरू हो गया है, और तब से उस झुंडों में जितने भी भाई बहन थे या जितने भी विश्वासी थे, वो अन्य या उनका सह विश्वासी को भाई को भाई और बहन को बहन कहा करता था.
ഇവർ എവിടെ വെച്ച് കണ്ടാലും ഈ സഹോദര സഹോദരി എന്ന പ്രയോഗത്തിന് ഒരു മടി ഉണ്ടായിരുന്നില്ല. और जहां जहां पर वो मिलते थे, वो वहां वो अपने सगे विश्वासी को भाई या बहन कर कर पुकारने के लिए उन्हें कोई ऐतराज नहीं था. ഇത് കണ്ട പുറത്തുള്ള ആളുകൾ ശരിക്കും ഒരു പരിഹാസ രൂപേണ പറഞ്ഞ ഒരു പ്രയോഗമാണ് ദേ ആർ ബ്രദറൻ. और इसको देखकर जो बाहर से जो लोग देखते थे, उन लोग मजाक में हमें पुकारना शुरू किया है और कहना लग गया है ये सब ब्रदरन असेंबली या भाइयों की असेंबली का सदस्य है. ബ്രദറൻ ഇവര് സഹോദരന്മാരാ, ये भाइयों हैं करके या ब्रदरन है करके लोग बोलते थे. പിന്നീട് ഞങ്ങൾ ബ്രദറനാണ്, സഹോദരങ്ങളാണ് എന്ന കാര്യം ഇവർ തന്നെ പരസ്യമായിട്ട് ഏറ്റുപറയാനും തുടങ്ങി. और धीरे धीरे उन विश्वासी लोगों ने इस बात को स्वीकार करा और इस बात को उन्होंने औरों को कहना भी लग गया है हम ब्रदरन है. ഈ ചർച്ച എന്നതിനേക്കാൾ അസംബ്ലി എന്ന പ്രയോഗമാണ് ആദ്യകാലങ്ങളിൽ ഈ നമ്മുടെ സമൂഹം സ്വീകരിച്ചിരുന്നത്. और शुरुआती तौर पर अपनी जो समूह वो चर्च कहने से बढ़कर असेंबली या इकट्ठा होना करके कहना पसंद किया. അസംബ്ലി എന്ന് പറഞ്ഞാൽ കൂടി വരുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. और असेंबली का यही मतलब है जो इकट्ठा होने वाला है. അങ്ങനെ കൂടി വന്ന നമ്മളെ പിന്നീട് ഇവര് ബ്രദറൻ അസംബ്ലിയാണ്, അവര് ബ്രദറൻ അസംബ്ലിക്കാരാണ് എന്നൊരു പ്രയോഗം വന്നു. और इस तरह की एकत्रित होने वाला झुंड को लोग इन्हें ब्रदरन्स कहने लग गया है. അത് പിന്നീട് നമ്മൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. और बाद में हमने उस शब्द को खुशी के साथ स्वीकार किया. ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് मैं ये सब इसलिए इतना कहा है, ഈ നമ്മൾ വായിച്ച വാക്യത്തിലെ സംബോധനയാണ്. ये हमने प्रभु के वचन से पढ़ा हुआ शब्द है. നിങ്ങൾക്ക് തികച്ചും സന്തോഷകരമാകും ഈ കേൾവി എന്ന് ഞാൻ കരുതുന്നു. आप इस बात को सुनकर बहुत खुश हो गए, कोई शक नहीं है. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയിലുള്ള ദൈവജനത്തെ വിളിക്കുന്നത് സഹോദരന്മാരെ എന്നാണ്. और यहाँ पर जो प्रेरित पौलोस ने फिलिपिया कलीसिया के सदस्यों को भाइयों करके पुकारता है. കർത്താവായ യേശുക്രിസ്തുവിന്റെ ബലിയിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്ന എല്ലാവരും സഹോദരന്മാരാണ്, സഹോദരങ്ങളാണ്. और यीशु मसीह का बलिदान में विश्वास कर कर विश्वास में कलीसिया की सदस्य बन गया, वो सब भाई बहन है. ഒരപ്പന്റെയും അമ്മയുടെയും മക്കളായി ജനിക്കുന്നതിനെയാണ് സഹോദരന്മാർ എന്ന് പൊതുവെ സഹോദരങ്ങൾ എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. आमतौर पर जो भाई शब्द यही होते हैं कि एक बाप और माँ के संतान होकर जो पैदा होते हैं उन्हें भाई कहते हैं. ഇവിടെ നമ്മൾ വരുമ്പോൾ നമ്മൾ മാനുഷികമായി പല മാതാപിതാക്കളാൽ ജനിക്കപ്പെട്ടവരാണ്. और हम भौतिक तौर पर देखोगे तो हम अलग अलग परिवार में अलग अलग माता पिता की संतान होकर जन्म लिया है. എന്നാൽ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിൽ നിന്ന് ജനിച്ചവരായതുകൊണ്ട് നാം എല്ലാവരും തമ്മിൽ സഹോദരങ്ങളാണ്. यहाँ पर हम यीशु मसीह द्वारा परमेश्वर की संतान होकर जन्म लिया है, दोबारा जन्म लिया है, इसलिए हम सब भाई भाई परमेश्वर का संतान भी है. റോമാ സാമ്രാജ്യത്തിന്റെ ഒരു സ്ഥലമായിരുന്ന കിലിക്കിയില് ആണ് അപ്പോസ്തലനായ പൗലോസ് ജനിച്ചത്. और रोमी जो साम्राज्य है उसका एक प्रविश्या है किलिकी, वहां पर पौलुस का जन्म हुआ है. അത് ഏഷ്യയിലാണ്. और ये आसिया महाद्वीप में है. എന്നാൽ ഫിലിപ്പിയ പട്ടണം എന്ന് പറയുന്നത് യൂറോപ്പാണ്. लेकिन फिलिपी नाम के इस शहर यूरोप का एक शहर है. അപ്പം ഏഷ്യയിൽ ജനിച്ച പൗലോസും ഫിലിപ്പിയിൽ ജനിച്ചതായ ഇപ്പോൾ പറയുന്ന ഈ ആളുകളും തമ്മിൽ സഹോദരന്മാരാണ്, സഹോദരങ്ങളാണ്. मतलब इसका मतलब ये है जो आसिया में जो जन्म लिया हुआ पौलुस और यूरोप महाद्वीप में जन्म लिया हुआ फिलिपिया के विश्वासी लोग,
ये दोनों आपस में भाई बन गया है। ഇവർ തമ്മിൽ വാസ്തവത്തിൽ സഹോദരി സഹോദരന്മാരെ അല്ല ഒരർത്ഥത്തിൽ. और भौतिक रूप से हम देखोगे तो ये भाई बहन है नहीं है। മറ്റൊരു തരത്തിൽ ഇവര് സഹോദരി സഹോദരന്മാരാണ്. ഏത് നിലയിൽ? ഒരു അപ്പന്റെയും അമ്മയുടെയും മക്കളിൽ നിന്ന് വന്നവരായതുകൊണ്ട് ഇവരെല്ലാം റിലേറ്റീവ്സ് ആണ്. റിലേറ്റീവ്സ്. और एक तौर पर हम कहें तो शुरुआती दौर पर सभी एक माता पिता से जन्म लिया हुआ है, जो जिस वजह से हम आपस में रिश्तेदार हैं, भाई बहन हैं। നിങ്ങൾക്ക് മനസ്സിലായോ? അത് आपको इस बात समझ में आया होगा। ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളും ഒരു മാതാപിതാക്കളിൽ നിന്നും ഉരുവായി തലമുറകളായി മാറിയവരാണ്. प्रभु के वचन ये कहते हैं दुनिया में जितने भी जो मनुष्य है ये सब एक माता पिता से जन्म लिया हुआ है। എൻ്റെ ഹൃദയത്തിലേക്ക് വന്നൊരു വാക്യം, പെട്ടെന്ന് ഓർമ്മ വന്നൊരു വാക്യം ഞാനന്ന് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. मेरे याद में एक आयत आया है, मैं आप बात आपको पढ़ के सुनाना चाहूंगा। പ്രവൃത്തി പുസ്തകം 17-ാം അധ്യായം. प्रेरितों की किताब उसके 17वें अध्याय അതിന്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? उसका 26वां पद में ऐसा लिखा है कि उसने एक ही मूल से मनुष्यों का सब जातियों सारी पृथ्वी पर रहने के लिए बनाई है और उनके ठहराए हुआ समय और निवास की सीमाओं को इसलिए बांधा है। കാര്യം പിടികിട്ടിയോ? आपको ये बात समझ में आया? ഭൂതലത്തിലെങ്ങും 26-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. ആൻഡ് ഹി മെയ്ഡ് ഫ്രം വൺ മാൻ every nation of mankind to live on all the face of the earth. यहाँ पर ऐसा लिखा है परमेश्वर ने एक मनुष्य को बनाया है और उनमें से सारे पृथ्वी पर रहने के लिए मनुष्य को बनाया। He means the God made यहाँ from पर one man. यहाँ पर कहते हैं ही अर्थात परमेश्वर, परमेश्वर ने एक मनुष्य को बनाया। നമുക്കറിയാം, ഒറ്റ മനുഷ്യൻ ആദ്യം നമ്മൾ വായിക്കുന്നുണ്ട്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ബൈബിളിന്റെ വെളിപ്പെടുത്തൽ, സൃഷ്ടിപരമായ വെളിപ്പെടുത്തൽ നാം കാണുന്നുണ്ട്. और जैसे हम वचन पढ़ते हैं, जो शुरुआती किताब जो उत्पत्ति की किताब है उसकी शुरुआत ही ऐसे ही होते हैं कि आदि में परमेश्वर ने आकाश और पृथ्वी की सृष्टि की करके हम पढ़ते हैं। പിന്നീട് നാം വായിക്കുന്നത് യഹോവയായ ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. और बाद में ये पढ़ते हैं यहोवा परमेश्वर ने मनुष्य को बनाया। ആ മനുഷ്യരിൽ നിന്ന് ഒരു സ്ത്രീയെ ഉണ്ടാക്കി. और उस मनुष्य से परमेश्वर ने एक स्त्री का रचना की है। പിന്നീട് ആ മനുഷ്യനിൽ നിന്നും, ആ സ്ത്രീ പുരുഷനിൽ നിന്നും ആണ് പിന്നീട് ഈ ലോകത്തിലുള്ള മുഴുവൻ സന്തത പരമ്പരകളും വന്നിരിക്കുന്നത്. और बाद में इस स्त्री और पुरुष से दुनिया का सारे प्रजाति जो मनुष्य पृथ्वी में फैला हुआ है हमें दिखाई देते हैं। അങ്ങനെ വരുമ്പോൾ ലോകത്തിലുള്ള എല്ലാവരും സഹോദരങ്ങളാണ്. എന്നാൽ തലമുറകൾ കഴിഞ്ഞതോടെ സഹോദരങ്ങൾ എന്നതിനേക്കാൾ റിലേറ്റീവ്സ് ആയി മാറി. और इसी तरह हम पढ़ते हैं तो हमें ये बात समझ में आते हैं कि पृथ्वी का सारे मनुष्य आपस में भाई बहन है, लेकिन समय बीतने से, जो रिश्ते को भूलने से, और ये सब एक वंश के रूप में मानना शुरू कर दिया गया। എന്നാൽ ആ റിലേറ്റീവ്സ് ആയിരിക്കുന്ന വളരെ ഡിസ്റ്റൻസ് ആയിട്ടുള്ള കസിൻസ് ആയിട്ടാണ് മാറിയത്. और उस रिश्ता बाद में जो रिश्तेदारी के रूप में बदल गया। എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നത് നിങ്ങൾ എൻ്റെ സഹോദരന്മാരാണ് എന്നാണ്. लेकिन पौलुस यहाँ पर ये कहते हैं तुम सभी मेरा भाई बहन है। എങ്ങനെയാണ് അവർ തമ്മിൽ സഹോദരങ്ങളായത്? ये सब कैसे भाई बन गया है? ക്രിസ്തുവിലൂടെ സഹോദരന്മാരായി. यीशु मसीह द्वारा ही भाई बन गया। യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമക്കളായി ജനിച്ചതോടെ അവർ തമ്മിൽ സഹോദരന്മാരായി. यीशु मसीह में विश्वास कर कर
परमेश्वर की संतान होकर जन्म लेने से ये भाइयां बन गया। സഹോദരന്മാർ എന്നത് വലിയൊരു പദവിയാണ്. ये भाई जो कहते हैं ये एक पदवी है। നമുക്കറിയാം സഹോദരന്മാരുടെ ആ ബന്ധവും അതിൻ്റെ പ്രാധാന്യവും ഒക്കെ പഴയ നിയമത്തിൽ വളരെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. और पुराने नियम में भाइयों का आपस की रिश्ते की उसकी जो मजबूती कई बार बताया रखा। അതിൻ്റെ സഹോദര ബന്ധത്തിന് വില കൽപ്പിക്കാതെ പോയ ആളുകളെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. और भाइयों की रिश्ते को जो उसका नगण्य करने वालों की कहानी भी हम यहाँ पर पढ़ते हैं। സഹോദര ബന്ധത്തെ ഏറ്റവും നികൃഷ്ടമായിട്ട് നിസ്സാരമായി കണ്ടതാണ് ആദ്യത്തെ സഹോദരന്മാരിലെ ജ്യേഷ്ഠൻ. और आपसी भाईचारे को सबसे बुरे हाल में देखने वाला था जो पहला बड़ा भाई जो काइन। ആ ചരിത്രം നമുക്കറിയാവുന്ന. वो समाचार हम सब जानते हैं। എന്നാൽ ഇവിടെ പൗലോസ് ആ സഹോദര ബന്ധത്തിന് വലിയ വില കൽപ്പിക്കുന്നു. लेकिन पौलुस यहाँ पर भाइयों की रिश्ता को बहुत महत्वपूर्ण मानता है। ഇവിടെ പൗലോസ് പറയുകയാണ്, മുമ്പോട്ടുള്ള കാര്യങ്ങൾ അവരോട് പറയുവാനായിട്ട് തുനിയുമ്പോൾ ആദ്യം അവർ തമ്മിലുള്ള ബന്ധം ഒന്ന് ഊട്ടിയുറപ്പിക്കുന്നു. और आगे उन विश्वासियों को जो वचन की जो उपदेश देने से पहले उन्होंने भाइयों कहकर उस रिश्ता को थोड़ा मजबूत कर दिया है। ഞാൻ ഒരു കാര്യം പിന്നീട് പലരും ഇത് കേൾക്കുമല്ലോ, ആ കേൾക്കുന്ന കൂട്ടത്തിൽ കർത്താവിൻ്റെ ദൈവസഭയുടെ ശുശ്രൂഷകന്മാരായിട്ട് ഉള്ള ദൈവദാസന്മാർ കേൾക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഒരു വാചകം പറയാൻ ആഗ്രഹിക്കുന്നു. मैं ये चाहता हूँ ये मीटिंग के क्लास को रिकॉर्ड किया जाता है और इसको यूट्यूब में डाल दिया जाते हैं और बाद में कई प्रभु की दास लोग भी इसको सुनने का मौका मिल जाएगा। പ്രിയമുള്ളവരെ, ദൈവസഭയിലെ ദൈവസഭയിലെ അംഗങ്ങളുമായി ദൈവവചനം പങ്കിടുമ്പോഴും അവരെ ദൈവവചനത്തിലെ സത്യങ്ങളെ ഗ്രഹിപ്പിക്കുമ്പോഴും അവരുടെ മേൽ ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങളെ വിശദീകരിച്ചു കൊടുക്കുമ്പോഴും അവരെ ഏതെങ്കിലും നിലയിൽ കറക്റ്റ് ചെയ്യേണ്ടി വരുമ്പോഴും എല്ലാം പരിഗണിക്കപ്പെടേണ്ടത് അവർ എൻ്റെ സഹോദരന്മാരാണ് എന്ന നിലയിൽ തന്നെയായിരിക്കണം. जब हम कलीसिया की विश्वासी लोगों को वचन सिखाएंगे और उनका जीवन में सुधार लाने के लिए उन्हें उपदेश देंगे और उन्हें हम जब भी वचन सिखाएंगे तब हमें इस बात को हमेशा ध्यान रखना है कि कलीसिया के हर सदस्य हमारे लिए भाई समान है। എന്നോട് വളരെ അടുത്ത് നിൽക്കുന്ന ചില പ്രിയപ്പെട്ടവർ, എൻ്റെ കുടുംബത്തോട് ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്ന പല പ്രിയപ്പെട്ടവരും എന്നോട് പലപ്പോഴും ചില പരിഭവം പറയാറുണ്ട്. और मुझसे कई रिश्ते में या कई बातों में मेरा परिवार से कई करीब रहने वाला लोग मुझसे कई बार ये शिकायत करते हैं। ആ പരിഭവം എന്നെ കേൾക്കുന്ന ചിലർക്കെങ്കിലും ഉണ്ടായെന്ന് വരാം എന്നും ഞാൻ കരുതുന്നു. और ये शिकायत मुझे सुनने वाला कईयों को भी कई बार हो सकते हैं। അതെന്താണെന്നല്ലേ, वो क्या है? ഒരു പക്ഷേ ഈ ദൈവവചന പഠനം നടത്തുമ്പോൾ ഇതിനകത്തെ ഓരോ വാക്കുകളും വിശദീകരിക്കുവാൻ അറിയാതെ ഞാൻ തുനിയാറുണ്ട്. और उसका कारण ये है जब मैं परमेश्वर की वचन सिखाने के लिए बैठते हैं और तब मैं इस वचन से एक एक शब्द को बहुत समय तक उसको विवरण करने में कोशिश करते हैं। ഒരു പക്ഷേ എൻ്റെ ദൈവവചന പഠനം ദൈവം എനിക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം പഠനം നടത്തുമ്പോൾ ഈ നിലയിൽ പഠിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടായിരിക്കാം പഠിപ്പിക്കുമ്പോഴും അങ്ങനെ വരുന്നത്. शायद जब मैं परमेश्वर की वचन सीखता हूँ और वो सीखते वक्त उसको इतना गहराई से समझता हूँ, इसलिए मेरे को ऐसा सिखाना पड़ता है। പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ ഇതിനകത്തെ കുത്തും കോമായും പോലും പ്രാധാന്യമുള്ളതാണ് എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തെ ഓരോ വാക്കുകളും പ്രാധാന്യം അർഹിക്കുന്നതല്ലേ എന്ന് നാം ചിന്തിക്കുന്നത് നല്ലതാണ്. और उसके साथ ही जो प्रभु की वचन जो कहते हैं, प्रभु की वचन के अंदर के हर चीज को जैसा उसके अंदर जो कोमा लगाए जाते हैं, बिंदी लगाए जाते हैं,
इन सभी को अपना अपना अर्थ होते हैं, कीमत होते हैं, तब हम इन बातों को भी बहुत कीमती रखना ही पड़ते हैं। ഇതിനൊരു മറുചോദ്യമുള്ളത്, ഇതിന്റെ ഒറിജിനൽ ആയിരിക്കുന്ന ഗ്രീക്കും ഹീബ്രുവും ലാറ്റിനും ഒന്നും അല്ലല്ലോ നമ്മുടെ കയ്യിലിരിക്കുന്നത് എന്ന ആ ഒരു മറുചോദ്യവുമുണ്ട്. हाँ, कई बार कई लोग हमसे ये भी पूछ सकते हैं कि आपके हाथ में जो ग्रीक बाइबल या हिब्रू भाषा में लिखे हुए बाइबल तो है नहीं करके भी पूछ सकते हैं। എന്നാൽ അതിന്റെ പ്രതിയാണല്ലോ, അല്ലെങ്കിൽ അതിന്റെ പ്രതിപകരമായി അതിനകത്തു നിന്നുള്ള തർജ്ജമയാണ്. ആ നിലയിൽ ആശയം, വാക്കുകൾ രണ്ടും രണ്ടാണെങ്കിലും തത്തുല്യമായ പ്രയോഗങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. और जब इसको जो विवर्तन किया गया है, इन सारे बातों को भी उसकी बराबरी की मान्यता देते हुए ही इसको ट्रांसलेशन किया गया। ഒരുപക്ഷെ ഗ്രീക്കിൽ പദം ഉപയോഗിക്കുന്നത് ഗ്രീക്കിലെ ഒരു പ്രയോഗമാണ്, അത് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ മറ്റൊന്നാണ്. ഇനി അതുമല്ല, നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മലയാളത്തിലോ തമിഴിലോ ഹിന്ദിയിലോ വരുമ്പോൾ മറ്റു പദങ്ങളായിരിക്കാം. और हो सकते हैं इन शब्दों को हम अलग अलग भाषा में जैसे हम इस्तेमाल करते हैं, जैसे हिब्रू भाषा में, ग्रीक भाषा में, या हिंदी भाषा या इंग्लिश भाषा या मलयालम तमिल जो भी है भाषा में उसको स्थानांतरण किया जाते हैं, तब कई शब्दों को, कई बातों को उसकी अर्थ अलग अलग रूप में इस्तेमाल किया जाता है। എന്നാൽ ആശയപരമായി ഉദ്ദേശിക്കുന്നത് ഒന്നാണ്. लेकिन इन सभी के जो मकसद एक ही होते हैं। അതുകൊണ്ട് ആ പഠനം തെറ്റല്ല എന്നാണ് ഞാൻ കരുതുന്നത്. और इसलिए इस तरह की जो पढ़ाई वो गलत नहीं। അതുകൊണ്ട് വിശേഷമായ ചില പ്രയോഗങ്ങൾ അങ്ങനെ തന്നെ ചിന്തിച്ചു പോകുന്നത് നമ്മുടെ സഭാ ജീവിതത്തിനും വിശ്വാസ ജീവിതത്തിനും പ്രയോജനമാകും എന്നാണ് പ്രതീക്ഷ. और इसलिए हम इस तरह शब्दों को उनकी जो महत्व, इसकी जो इम्पोर्टेंट उसी तरह रखते हुए, इसकी मान्यता पूरी तरह देते हुए पढ़ने से वो अपने आत्मिक जीवन के लिए फायदामंद बनेगा, कोई शक नहीं। ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയുള്ള പഠനം നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് ആ നിലയിൽ അറിയിച്ചതുകൊണ്ട് തന്നെയാണ് ഈ നിലയിൽ തന്നെ പഠനം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. और पिछले दिनों में जो क्लास हुआ है उनमें से जो बात जो सिखाया गया है आपके आत्मिक जीवन के लिए वो आशीष की कारण बन गया करके आपसे जानकारी मिल गया है, इसलिए इसी तरह ये क्लास को मैं आगे बढ़ा रहा हूं। നാം ചിന്തിച്ചു വരുന്നത്, मैं अभी हम इस बात को इस तरह सोच के जा रहा हूं। പൗലോസ് മുൻപോട്ടുള്ള പല വസ്തുതകളിലും അവരെ ധരിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ സഹോദരന്മാരെ എന്ന വിളി വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് തിരിച്ചറിയുക. यहाँ पर पौलुस यहाँ पर लोगों को भाइयों, हे भाइयों करके पुकार कर जो शुरुआत करते हैं, क्योंकि उन्हें आगे बहुत सारी बात उन्हें समझाना है। ദൈവമക്കൾ തമ്മിലുള്ള ഇടപാടുകളിൽ ഏറ്റവും മുഖ്യമായി പരിഗണിക്കപ്പെടേണ്ടത് ഈ സാഹോദര്യ ബന്ധമാണ്. അവൻ എൻ്റെ സഹോദരനാണ്, ഞാൻ അവൻ്റെ സഹോദരനാണ് എന്ന വ്യക്തമായ ധാരണയാണ്. और परमेश्वर की संतान लोग की आपस की व्यवहार में उन्हें सबसे महत्वपूर्ण शब्द यही होते हैं, और उन्हें ये बात को ध्यान रखना है कि वो दूसरा मेरा भाई है। ഈ സാഹോദര്യ ബന്ധത്തിന് വലിയ വിലയുണ്ട് എന്ന് നമുക്കറിയാം. हम वैसे ही जानते हैं भाईचारा है वो बहुत महत्वपूर्ण है। ഒരു മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച സഹോദരങ്ങൾ അല്ലെങ്കിൽ പോലും പല ജ്യേഷ്ഠൻ അനുജന്മാർക്ക് ജനിച്ചതായ കസിൻസ് എന്ന നിലയിലുള്ള സഹോദരന്മാർ പോലും ആ സാഹോദര്യ ബന്ധത്തിന് ലോകത്തിൽ വലിയ വില കൊടുക്കുന്നുണ്ട്. हो सकते हैं कई लोग एक माँ बाप से ही जन्म नहीं लिया हो, अलग अलग भाइयों का अलग अलग संतान के रूप में भी जन्म लिया हो, चाहे वो कसिन भाई हो, वो खास भाई नहीं हो, तो भी वो आपस में ये भाई बहन की उस रिश्ते को बहुत मान्यता देते हैं। ഇവരിൽ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ മറ്റുള്ളവരിൽ നിന്നൊരു ഉപദ്രവമോ ഒക്കെ ഉണ്ടായാൽ, ഇവർ തമ്മിൽ ചിലപ്പോൾ ചില വൈരമൊക്കെ ഉണ്ടായിരുന്നാൽ പോലും അവർക്കൊരു ബുദ്ധിമുട്ട് വന്നെന്ന് കണ്ടാൽ ഏതാണ്ട് ഒരു 90% ആളുകളും ഈ പറഞ്ഞ കൂട്ടത്തിലുള്ള ആളുകൾ പെട്ടെന്ന് അവരുടെ സഹായത്തിനായിട്ട് എത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. हो सकते हैं इन भाइयों में से किसी को किसी भी तरह की कष्ट या कोई दुश्मनी
या उनके साथ कोई मारपीट किया हो, कोई परेशानी पहुंचाया हो, तो लोग उनके आपस में कुछ झगड़ा हो तो भी उसको भूलकर अपने भाइयों को सहायता करने के लिए तैयार हो जाते हैं। ഈ ലോകത്തിലെ ബന്ധങ്ങളും സാഹോദര്യ ബന്ധങ്ങളും ഒക്കെ ഇവിടെ അസ്തമിക്കുന്നതാണ്. लेकिन इस दुनिया में जितने भी जो भाईचारा होते हैं, जो रिश्ते होते हैं, ये सब इस धरती में खत्म हो जाते हैं। എന്നാൽ ക്രിസ്തുവിലൂടെ ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കുന്ന സാഹോദര്യ ബന്ധം നിത്യമാണ്. लेकिन प्रभु यीशु मसीह द्वारा हमें जो भाईचारा जो मिलते हैं, भाई की रिश्ता जो मिलते हैं, वो अनंत काल के लिए होते हैं। കാലഘട്ടത്തിൻ്റെ ഒരു വലിയ ആ, വ്യഥ എന്ന് പറയുന്നത് ദൈവസഭകളിൽ ഇത് വിസ്മരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. लेकिन आज के जमाने में सबसे दुख की बात ये बन गया है, कई बार अपनी कलीसिया में भी भाई लोग इस रिश्ते को कई बार भूल जाते हैं। ദൈവദാസന്മാർ ഈ കാര്യം പരിഗണിക്കുകയും ദൈവസഭകളിൽ കൃത്യമായി പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും വേണം. और प्रभु के दास लोग, सेवक लोग इस बात को अच्छी तरह समझकर इस बात को कलीसिया में अच्छी तरह सिखाना बहुत जरूरी ആ है। സാഹോദര്യ ബന്ധത്തിന്റെ വിലയും അതിൻ്റെ പ്രാധാന്യവും ഊട്ടി ഉറപ്പിക്കുവാനായിട്ട് ശ്രമിക്കണം. और इस भाईचारे की जो कीमत समझने और इन रिश्ते को अटूट बनाने के लिए हम निरंतर कोशिश करना जरूरी है। ദൈവവചനം ഉപദേശിക്കുമ്പോഴും അവരെ കറക്റ്റ് ചെയ്യേണ്ടി വന്നാൽ, അവരെ തർജ്ജനം ചെയ്യേണ്ടി വന്നാൽ, എല്ലാ സ്ഥാനങ്ങളിലും ഈ ഒരു പരിഗണനയോടുകൂടെ വേണം നമ്മൾ ഈ കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ. जब हम उन्हें परमेश्वर की वचन के अनुसार उन्हें सिखाएंगे, उन्हें इस बात से हम सुधारेंगे, उन्हें हम इस बात से कई बार डांटेंगे भी हैं, तभी भी हमें इस रिश्ते को मान्यता देना बहुत जरूरी है। ഈ നമ്മുടെ ഇപ്പോഴുള്ള ഈ നമ്മൾ ചിന്തിച്ചു വരുന്ന ഈ കാര്യം തീർച്ചയായും മുമ്പോട്ടുള്ള കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിന് പ്രയോജനമാകും എന്ന് ഞാൻ കരുതുന്നു. और अभी हम इस विषय के बारे में जो मनन करते हैं, ये आगे भी अपनी जीवन के लिए सहायमंद बनेगा, कोई शक नहीं। ഈ വിഷയം സംബന്ധിച്ച് വിശാലമായി സംസാരിക്കാൻ കഴിയുമെങ്കിലും തൽക്കാലം ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കാം. और इस रिश्ते के बारे में बहुत कुछ कहने के लिए है, लेकिन अभी फिलहाल मैं उस बात को यहाँ पर छोड़ रहा हूँ। പൗലോസ് ചില വിഷയങ്ങൾ അവരെ ധരിപ്പിക്കുന്നു. पौलुस यहाँ पर कुछ बातों को उन्हें यहाँ पर समझाते हैं। സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. और यहाँ पर पौलुस ये चाहता है कि हे भाइयों, मेरे जीवन में जो कुछ बीत गया है, ये सब कुछ सुसमाचार की बढ़ोतरी के लिए हो गया करके मैं विश्वास करता हूँ। പൗലോസിന് ഭവിച്ചത്, पौलुस के जीवन में जो हो चुका है, പൗലോസ് തൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ സാഹചര്യങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. प्रेरित ने अपनी जीवन में से जो हालात में से गुजारा है, उस बात को यहाँ पर ये कहते हैं। തൻ്റെ ജീവിതത്തിൽ താൻ അഭിമുഖീകരിച്ച എല്ലാറ്റിനെയും ഇവിടെ ഈ വാക്കിലൂടെ ഉദ്ദേശിക്കുന്നു. उनके मसीह जीवन में उन्होंने जो कुछ चीजों को सामना किया है, उन सारे बातों को यहाँ पर वो यहाँ मानते हैं। അനുകൂലമായും പ്രതികൂലമായും ജീവിതത്തിൽ അഭിമുഖീകരിച്ചതിനെ എല്ലാറ്റിനെയും ഈ പ്രയോഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. और ये उनके जीवन में जो अच्छाई के लिए, बुराई के लिए जो कुछ उनके जीवन में संभव हुआ, सारे बातों को यहाँ पर मानते हैं। എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ഭവിച്ചിട്ടുണ്ടോ അതെല്ലാം ഒരു പ്രത്യേക വിഷയത്തിന് പ്രയോജനമായി തീർന്നിട്ടുണ്ട്. पौलुस यहाँ पर ये कहते हैं, मेरे जीवन में जो कुछ हो गया है, चाहे वो अच्छा हो बुरा हो, वो सब कुछ परमेश्वर की वचन या सुसमाचार की फायदा के लिए हुआ। സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി, सुसमाचार की बढ़ोतरी की कारण बन गया। വാസ്തവത്തിൽ ഈ പൗലോസിന്റെ ഈ വാക്കുകൾ കേൾക്കുന്ന ഫിലിപ്പിയരെ സംബന്ധിച്ച് അത് വളരെ അഭിമാനകരമായ ഒന്നാണ്. वास्तव में प्रेरित पौलुस की इस बात सुनने वाला जो फिलिपी की जो विश्वासी लोग है,
उनके लिए ये शान की बात है। അതിന്റെ വിശദീകരണം താൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന വിശദീകരണം താഴെ കാണുന്നുണ്ട്. वो क्या कहना चाहते हैं इस बात को आगे और वो बताते हैं। എന്നാൽ ഫിലിപ്പിയരെ സംബന്ധിച്ച് അപ്പോസ്തലനായ പൗലോസുമായി വലിയ ബന്ധമുണ്ടായിരുന്നു എന്ന് നാം ഇതിന്റെ ആരംഭ പഠനത്തിൽ ശ്രദ്ധിച്ചിരുന്നു. और इस पढ़ाई की शुरुआती समय में हमने समझा था पौलुस और फिलिपी के विश्वासी लोगों के बीच में एक गहरा रिश्ता थे। അപ്പം അവർ തമ്മിൽ ഉള്ള ആത്മീക ബന്ധത്തെ കൂടെ നിലനിർത്തിക്കൊണ്ടാണ് താൻ ഈ വസ്തുത അവരെ അറിയിക്കുന്നത്. और उनके बीच में आपस में जो आत्मिक रिश्ता जो है उसको गहरा करते हुए ही पौलुस इस बात को कहता है। അതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ താൻ എത്തി നിൽക്കുന്ന അവസ്ഥ ഉൾപ്പെടെ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതെല്ലാം സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായിട്ടുണ്ട് എന്നാണ് പൗലോസ് പറയുന്നത്. इसका मतलब ये होते हैं पौलुस के जीवन में जो सामना किया है, जो बात की सामना हुआ है, जो चीजों को उन्होंने सहा है, ये सब कुछ सुसमाचार की उन्नति के लिए ही उन्होंने सहा है। നമുക്കറിയാം ഈ ലേഖനം എഴുതുന്നത് ജയിലിൽ കിടന്നുകൊണ്ടാണ്. जैसे हम सब जानते हैं ये पत्री इसको प्रेरित पौलुस ने जेल से लिख रखा है। ഈ കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന പൗലോസ് എന്നൊരു പ്രയോഗം നാം എഫെസ്യ ലേഖനത്തിൽ കാണുന്നുണ്ട്. एफेसियों की पत्री जब हम पढ़ते हैं वहां पर ऐसा लिखा है प्रभु की सेवा के कारण जेल बंदी हुआ पौलुस कहते हैं। സുവിശേഷ ഘോഷണം മുഖാന്തരം ആണ് താന് പ്രിസണറായി മാറിയത് എന്ന് നാം ഈ ലേഖനത്തിൽ നിന്നും മനസ്സിലാക്കുന്നു. और सुसमाचार की प्रचार के कारण से ही पौलुस ने जेल के अंदर कैदी बन गया। നമുക്കറിയാം സുവിശേഷം വിശ്വസിക്കുന്നതിന് മുൻപ് സുവിശേഷം വിശ്വസിച്ചിരുന്നവർക്ക്, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്നവർക്ക് പ്രതികൂലമായി പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു ഈ പൗലോസ് എന്ന ശൗൽ. जैसे हम जानते हैं पौलुस का जो पुराना नाम था शाऊल, और शाऊल जितने भी लोग यीशु मसीह में विश्वास करते हैं उन्हें मारने कूटने के लिए उतारा हुआ एक व्यक्ति था पौलुस। എന്നാൽ താൻ കർത്താവിൽ വിശ്വസിച്ച് ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ താൻ മുൻപ് എന്തൊക്കെ ചെയ്തിരുന്നോ അതെല്ലാം തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. और हम ये भी जानते हैं जैसे पौलुस ने यीशु मसीह पर विश्वास कर अपनी जीवन बदला, तुरंत बाद जो कुछ वो यीशु मसीह की खिलाफत करते थे वो सब कुछ उनकी खिलाफत भी उसको सहना पड़ा। പ്രവൃത്തി 9-ാം അധ്യായത്തിലാണ് ശൗലിന്റെ മാനസാന്തരത്തെ കുറിച്ച് നാം കാണുന്നത്. प्रेरितों की किताब 9वें अध्याय में हम शाऊल के मन फिराव के बारे में देखते हैं। എന്നാൽ അതേ അധ്യായത്തിൽ തന്നെ പൗലോസ് അനുഭവിക്കാനായിട്ട് തുടങ്ങിയ പ്രതിബന്ധങ്ങളെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. और उसी 9वें अध्याय में ही प्रेरित ने अपनी जीवन में सामने करने वाला बुराइयों के बारे में भी लिखा हुआ है। എന്നാൽ അവിടെ ഒന്നും പതറിപ്പോകാതെ പൗലോസ് ദൈവരാജ്യത്തിന്റെ അഭിവൃദ്ധിക്കായി, സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കായിട്ട് നിലനിൽക്കുന്നതും നാം കാണുന്നുണ്ട്. और लेकिन वहां पर पौलुस ने निराश नहीं हुआ है और वो उल्टा परमेश्वर की वचन की बढ़ोतरी के लिए वहां पर खड़े रहते हुए दिखाई देते हैं। അതിനുശേഷം സുവിശേഷ ഘോഷണം തന്റെ ജീവിത ലക്ഷ്യമായി മാറിയപ്പോൾ, और उसके बाद जो सुसमाचार की सेवा पौलुस की जीवन की मकसद बन गया, അതിന്റെ മധ്യത്തിൽ ധാരാളം പ്രതിബന്ധങ്ങളിലൂടെ, ഉപദ്രവങ്ങളിലൂടെ, പ്രയാസഘട്ടങ്ങളിലൂടെ യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. और इसी बीच में पौलुस ने बहुत सारे परिस्थितियों को सामना करना पड़ा, बहुत उपद्रव सहा, बहुत कष्ट सहा, ऐसे हम देखते हैं। അവിടെ എല്ലാം അദ്ദേഹത്തിന്റെ ഉദ്ദേശം, ലക്ഷ്യം സുവിശേഷത്തിന്റെ അഭിവൃദ്ധിയായിരുന്നു. इन सारे हालात में भी पौलुस का मकसद यही था कि सुसमाचार की फैलाव था। കടലും കരയും കടന്ന് അദ്ദേഹം യാത്ര ചെയ്തു. उन्होंने समुद्र पार होकर बहुत दूर दूर तक जाकर परमेश्वर सुसमाचार की सेवकाई की। ലോകത്തിൽ ഉന്നതന്മാരായിരിക്കുന്നവരോടും സാധാരണക്കാരോടും അദ്ദേഹം സുവിശേഷവുമായിട്ട് സംവദിച്ചു.
और दुनिया में बहुत ऊंचा राजा लोगों से लेकर आम आदमी तक ने पौलुस ने ये सुसमाचार सुना दिया। വിവിധ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. कई देशों में उन्होंने यात्रा की इस कार्य के लिए। എല്ലായിടവും അനുകൂലമായ സാഹചര്യമായിരുന്നില്ല. कहीं भी उनके लिए एक अनुकूल परिस्थिति नहीं थी। പ്രവൃത്തി 14-ാം അധ്യായത്തിൽ അദ്ദേഹത്തെ കല്ലെറിഞ്ഞിട്ട് അദ്ദേഹം മരിച്ചുപോയി എന്ന് കണ്ട് ഇഴച്ച് വലിച്ച് കൊണ്ടുവന്ന് ഒരു സ്ഥലത്തിട്ടതായി കാണുന്നു. और प्रेरितों की किताब 14वें अध्याय हम जब पढ़ते हैं, वहां पर ये दिखाए कि पौलुस को लोगों ने पत्थर मारकर गिरा दिया है। वो मृत समझकर उन्हें खींच कर ले जाकर जो शहर की बाहर छोड़ दिया करके हम पढ़ते हैं। എന്നാൽ അവിടെ നിന്ന് അദ്ദേഹം എഴുന്നേറ്റ് കാലൂന്നി മറ്റൊരു സ്ഥലത്തേക്ക് പോയി സുവിശേഷം പ്രസംഗിക്കുന്നതും നാം കാണുന്നു. वहां से भी पौलुस अपनी पैर में खड़े होकर चलकर और दूसरी जगह में जाकर उन्होंने ये सुसमाचार की घोषणा की, प्रचार की। പൗലോസിന് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. प्रेरित पौलुस को अपने जीवन में एक ही मकसद था, തന്റെ പ്രാണനാഥനായ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. उनका बचाव कार्य, उनका प्रेमी प्रभु मसीह के लिए जीवन बिताना, താൻ ഏൽപ്പിച്ചതായ സുവിശേഷ ദൗത്യം പൂർത്തിയാക്കുക. और मसीह द्वारा उन्हें दिया गया समाचार की सेवगाई पूरा करना। അങ്ങനെ യാത്ര ചെയ്ത് ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഫിലിപ്പിയിലെത്തി. और इसी तरह यात्रा करते करते एक दिन वो फिलिपी नाम की शहर में भी पहुंच गया। അവിടെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്താൽ ഒരു സഭ രൂപം കൊണ്ടതായി നാം മനസ്സിലാക്കുന്നു. और वहां पर पौलुस की सेवगाई की द्वारा एक कलीसिया की स्थापना हो गया। എന്നാൽ അതിന്റെ ആരംഭത്തിൽ തന്നെ അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെടുന്നതും നാം കാണുന്നു. ജയിലിൽ അടയ്ക്കപ്പെടുന്നത് മാത്രമല്ല, ജയിലിൽ അടയ്ക്കപ്പെടുന്നു, ഘോരമായ പീഡനങ്ങൾക്ക്, താഠനങ്ങൾക്ക്, ഉപദ്രവത്തിന് അദ്ദേഹം വിധേയനാകുന്നു. और उस कलीसिया की शुरुआती दौर में ही पौलुस को पकड़कर जेल में बंद किया है और उसकी बहुत बुरी सब तरह की पिटाई कर दिया गया है। लोगों ने उन्हें बहुत कष्ट दिया है और उन्हें बहुत परीक्षा और परेशानी को सामना करना पड़ा। എന്നാൽ അതിന്റെ ഫലമായിട്ട് ലോകത്തിൽ അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ, അദ്ദേഹം കിടന്ന ജയിലിന്റെ അധികാരി ദൈവസന്നിധിയിലേക്ക് ആദായപ്പെടുന്നതും നാം കാണും. और उसी में से और दुनिया के बहुत आदर करने वाला मुख्य व्यक्ति के रूप में एक जेलर तक और प्रभु के लिए प्रभु के वचन को स्वीकार करते हुए उनकी आत्मा को परमेश्वर के लिए पौलुस ने ദൈവം അദ്ദേഹത്തെ അത്ഭുതകരമായി വിടുവിക്കുന്നു. और यहाँ पर परमेश्वर अद्भुत तरीके से पौलुस को बचाया है। എന്നാൽ പിന്നെയും അദ്ദേഹം സുവിശേഷ ഘോഷണം തുടരുകയാണ്. फिर भी पौलुस सुसमाचार की सेवगाई में आगे बढ़ते हैं। ഈ സത്യം ഫിലിപ്പിയർക്കറിയാം. ये सारे सच्चाई फिलिपिया की विश्वासियों को पता था। തന്റെ ജീവിതത്തിൽ ഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് പൗലോസ് പറയുമ്പോൾ, और उनकी जीवन में जो कुछ हुआ है, जो कुछ घटना हुआ है, वो सब कुछ सुसमाचार की बढ़ाई के लिए हुआ है करके पौलुस इसलिए कहते हैं। ഈ മുൻ അനുഭവം ഫിലിപ്പിയർക്ക് അറിയാം എന്ന് പൗലോസിന് വ്യക്തമായ ധാരണയുണ്ട്. उन्होंने ये कहने के लिए यही कारण था, इनकी जीवन में जो बीत गया है सब कुछ फिलिपियों की विश्वासी लोग जानते थे। ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞ് ഇന്നത്തെ പഠനം ഇവിടെ അവസാനിപ്പിക്കട്ടെ. मैं एक दो बात और कहकर आज की पढ़ाई यहाँ पर समाप्त करूंगा। ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ, ദൈവത്തിന്റെ ശുശ്രൂഷകരായ നമ്മുടെ ജീവിതത്തിൽ ഭവിക്കുന്നത് എന്തും, അത് പ്രതികൂലമാകട്ടെ അനുകൂലമാകട്ടെ, അതെന്തും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീരണം. जो परमेश्वर की सेवगाई में जितने भी लोग हैं, उनकी जीवन में जो कुछ हो जाता है, चाहे तो अच्छा हो बुरा हो, वो सब कुछ परमेश्वर की वचन की बढ़ोतरी के लिए होना चाहिए। ആത്മീകമാകട്ടെ, ഭൗതികമാകട്ടെ, ലൗകികമാകട്ടെ, ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, നമുക്ക് ലഭിക്കുന്നത് എന്തും, അത് പ്രതികൂലമായാലും അനുകൂലമായാലും, അവിടെ എല്ലാം ദൈവനാമ മഹത്വത്തിന്, സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമാകണം.
അതാണ് ഈ വാക്കുകളിലൂടെ പൗലോസ് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. इसका मतलब ये है, अपने आत्मिक जीवन में जो कुछ हो जाते हैं, चाहे वो अनुकूल हो या प्रतिकूल हो, या चाहे कष्ट हो, दुख हो, या अच्छाई हो, बुराई हो, जो कुछ हो, वो सब कुछ अपनी जीवन से सुसमाचार की बढ़ोतरी के लिए होना चाहिए. ഇത് സംബന്ധിച്ച് ചില വസ്തുതകൾ കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ അവിടെ നിന്ന് തുടങ്ങി മുൻപോട്ട് പോകാം എന്ന് ഞാൻ കരുതുന്നു. और इसके साथ साथ कुछ और बातों को भी हमें समझना जरूरी है. उन बातों को अगला क्लास में से हम इनके साथ साथ पढ़ाई करके आगे बढ़ेंगे. കൃത്യസമയത്ത് തന്നെ ആരംഭിച്ച് മാക്സിമം പഠനത്തിന് സമയം കണ്ടെത്തിയാൽ നമ്മൾ തർജ്ജമ ഉൾപ്പെടെയുള്ള പഠനമായതുകൊണ്ട് നമുക്ക് കുറെ കൂടെ കാര്യങ്ങൾ മനസ്സിലാകത്തക്ക നിലയിൽ സമയബന്ധിതമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കൃത്യസമയത്ത് തുടങ്ങി വളരെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ആ കൂടി വരുന്ന നമ്മുടെ പഠന സമയം കൂടുതൽ പ്രയോജനകരമായി തീരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ നിലയിലുള്ള ഒരു തയ്യാറെടുപ്പ് കൂടെ നിങ്ങൾ ദയവായി നടത്തുക. भाई लोगों से मेरा ये अनुरोध है कि अपनी क्लास जो आप जानते हैं, इस क्लास में इन्हें मलयालम से हिंदी में अनुवाद भी करना पड़ते हैं, और जिस वजह से हमें समय बहुत कीमती होते हैं. इसलिए भाइयों से ये अनुरोध है कि क्लास इनकी सही समय पर 7 बजे ही आप लोग इनमें ज्वाइन कर पूरी क्लास समझने के लिए कोशिश करने के लिए अनुरोध. കർത്താവ് വരുവാൻ താമസിച്ചാൽ ഈ ലേഖനത്തിന്റെ പഠനം എത്രത്തോളം പൂർത്തീകരിക്കുവാൻ കഴിയും എന്ന് നമുക്ക് അറിയില്ല. और यदि प्रभु के आगमन डिले हो जाते हैं तो भी इस पढ़ाई कितने आगे तक बढ़ा सकते हैं ये मुझे पता नहीं. എങ്കിലും നാം ഈ ലേഖനത്തിന്റെ പഠനം മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ അത് നിങ്ങൾക്ക് പ്രയോജനകരമാകണം എന്ന ഒരു ധാരണ എനിക്കുള്ളത് കൊണ്ട് ലളിതമായും ദൈവജനത്തിന്റെ സത്യങ്ങൾ വ്യക്തമായും നിങ്ങളെ ധരിപ്പിച്ച് മുമ്പോട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് നമുക്ക് സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രയോജനകരമാകും എന്ന് ഞാൻ കരുതുന്നു. मैं ये चाहता हूं कि ये जो पढ़ाई आपके आत्मिक जीवन में बहुत आशीष के कारण बनने के लिए जरूर कारण बनेगा, और इसलिए हम इस बात को थोड़ा समय से निर्धारित समय से ही भागीदारी लेकर इससे आशीष पाने के लिए प्रभु आपको सहायता करे. ഇന്ന് രാത്രിയിലെ നമ്മുടെ ഈ ചെറു പഠനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു അല്ലെങ്കിൽ അനുഗ്രഹമായി തീരും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും പിന്നീട് ഇത് ശ്രദ്ധിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. और आज की ये पढ़ाई से अपनी जीवन में आशीष के कारण बन जाए, और अभी सुने हुए सारे भाई बहनों को और बाद में भी इसको सुनेंगे उन सभी भाई बहनों को भी ये छोटी सी पढ़ाई आशीष के कारण बने. और इस आशा के साथ आज की पढ़ाई यहाँ पर समाप्त करता हूँ. प्रभु की नाम की महिमा हो. परमेश्वर आप सभी को आशीष दे. धन्यवाद करते हैं अंकल एस संजीविका की एक और बार फिलिपियों की पत्री से हमें समझाया, और विशेषकर 2 बातों पर प्रभु ने जानने के लिए सहायता की. भाइयों के बारे में, या भाई और बहन भी कह सकते हैं हम, कि एक उस रिश्ते को जो बताया कलीसिया में, जब हम भाई और बहन है तो हम किसी की बुराई नहीं कर सकते, धोखा नहीं दे सकते. कितना एक अद्भुत रिश्ता, उस रिश्ते को हम पहचान सकते हैं. मुझे बहुत खुशी हुई शब्द के बारे में जो अंकल ने समझाया है, कि उस जो शब्द के बारे में और गहराई से जानने के लिए हमें सहायता और मदद मिली है. तो कलीसिया में हम भाई और बहन हैं, और हम उस रिश्ते को कायम रखकर हमें आगे बढ़ना है. और दूसरी बात हमने देखी है कि प्रभु का दास पौलुस कहता है कि वो मुझ पर बीता है पिछले जो समय में पौलुस के साथ हुआ, वो सुसमाचार की बढ़ोतरी के कारण.
आज हर एक विश्वासी भाई बहन के जीवन में अगर दुख है चाहे सुख है, लेकिन वो एक सुसमाचार ही है, क्योंकि जो दुनिया के लोग है या संसार के लोग है या हमारे समाज के लोग, गांव के लोग जब हमारी ओर देखते हैं और हमारे जीवन में सुख है तो भी वो हमारी ओर देख रहे हैं, अगर हमारे जीवन में दुख और परिस्थितियां हमारे अनुकूल नहीं है तो भी वो हमारी ओर देख रहे हैं, वो भी सच में एक सुसमाचार है जब हम उस विश्वास के अंदर बने हुए हैं। और वो एक सुसमाचार बढ़ोत का कारण है जब हमारी शांति को लोग देखते हैं, वास्तव